പലസ്തീന് വേണ്ടി കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയുമായി എത്തുന്നു. ഈ രാജ്യങ്ങളുടെ നിലപാടിനെ ഖത്തർ സ്വാഗതം ചെയ്യുകയാണ്. പലസ്തീനെ അംഗീകരിച്ച UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെയാണ് ഖത്തർ സ്വാഗതം ചെയ്തത്. ഇത് പലസ്തീൻ ജനതയുടെ വിജയമാണെന്നും ഖത്തർ വ്യക്തമാക്കി. ഖത്തറിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. പലസ്തീൻ ജനതയുടെ നിയമപരമായ അവകാശങ്ങൾക്കുള്ള അംഗീകാരമാണിത്, ഖത്തർ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളും UN പ്രമേയങ്ങളും അനുസരിച്ചാണ് രാജ്യങ്ങളുടെ നടപടി. ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിനുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന് അനുസൃതമായാണ് രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. മേഖലയിൽ നീതിയുള്ള ശാശ്വതമായ സമാധാനം സ്ഥാപിക്കാനുള്ള സാധ്യതകളെ ഈ തീരുമാനങ്ങൾ ശക്തിപ്പെടുത്തും. ദ്വിരാഷ്ട്ര പരിഹാരമെന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മറ്റു രാജ്യങ്ങളും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ഖത്തർ അഭ്യർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ ഫ്രാൻസാണ് പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയത്. സൗദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് പലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിക്കുന്നതായി ഫ്രാൻസ് പ്രഖ്യാപിച്ചത്. കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. പലസ്തീനെ അംഗീകരിച്ച് UK പ്രഖ്യാപനം നടത്തി. ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ UKയും അംഗീകരിച്ചത്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സമാധാനം നിലനിർത്താൻ ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന് UK അഭിപ്രായപ്പെട്ടു. സുരക്ഷിതവും സുസ്ഥിരവുമായ ഇസ്രായേലും സ്വതന്ത്രമായ പലസ്തീനും സാധ്യമാകണം. ഇസ്രായേലിലെയും പലസ്തീനിലെയും സാധാരണ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ അർഹരാണെന്നും UK പ്രധാനമന്ത്രി പറഞ്ഞു. ഗാസയിലെ മനുഷ്യനിർമ്മിത മാനുഷിക പ്രതിസന്ധി തീവ്രമായിരിക്കുന്നു. ഇസ്രായേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണം, പട്ടിണി, പലായനം ഒന്നും ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രഖ്യാപനം നടത്തിയത്. രാജ്യാന്തര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ഗാസ നടപടികൾ ശക്തമായ പ്രതിഷേധമാണ് ആഗോളതലത്തിൽ ഉയർത്തുന്നത്. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതിനെതിരെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിൻ്റെ കുടിയേറ്റ പദ്ധതികളെ രൂക്ഷമായി വിമർശിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെയാണ് രംഗത്ത് വന്നത്. ഇസ്രായേലിൻ്റേത് രാഷ്ട്രീയ പദ്ധതിയാണെന്ന് മാക്രോൺ ആരോപിച്ചു. പദ്ധതി ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെ സാധ്യതയെ ദുർബലപ്പെടുത്തുമെന്നും മാക്രോൺ പറഞ്ഞു. പലസ്തീനികളുടെ സമാധാനത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് പദ്ധതിയെന്നും മാക്രോൺ കുറ്റപ്പെടുത്തി. ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തിനെതിരെ പ്രതികരണവുമായി സൗദി അറേബ്യ എത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഭാഗം പിടിച്ചെടുക്കുന്നത് എല്ലാ മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി അറേബ്യ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൻ്റെ പദ്ധതിക്കെതിരെ UAEയും രംഗത്തെത്തി.